I'm here inside my house. This is my house, you all know. Now the time is 6:30. Okay, 6:30. I'm here. Now I will show where I am. Here I am. Okay, near SNDP. This is my house, you all know. Here I am. This is that is the SNDP building. Okay, this is the SLDP building. Here I am. Okay, not anywhere else. This near I am. This near I am. Okay, this is my house. SNDP അവിടോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ SNDP അവിടോട്ട് ഇങ്ങനെ ഒരുത്തൻ വന്നിട്ടുണ്ട്. ഇപ്പം SNDP അവൻ ഇങ്ങനെ കയറിപ്പോവും. ഇപ്പം മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇവനൊക്കെയാണ് നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടോ ഒരു നേരിൽ അങ്ങോട്ട് പോയത് കണ്ടല്ലോ. വേണ്ടത് അവനാണ്. കണ്ടോ സന്ധ്യയപ്പം വന്നതല്ല അവനും. അവിടെയാണ് ആളനക്കം. നമ്മുടെ ഇവിടെ ഒന്നുമല്ല. കണ്ടല്ലോ, അതിനകത്തോട്ട് പോയി. നമ്മളുടെ വീടിൻ്റെ മുൻവശമാണിത്. നമ്മളിവിടെയാണ് നിൽക്കുന്നത്, വേറെ ഒന്നുമല്ല. നമുക്കറിയാമല്ലോ, ഇതാണ് നമ്മുടെ ദീപായസ് പണിക്കർ, കെയർ ഓഫ് മുക്കും ഗുജർ സഹദേവ മന്ദിരം. വേറെ ഒന്നുമല്ല ഇത്. ഇവിടെയാണ് ഇന്ന് 3rd ഫെബ്രുവരിയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇന്ന് രാവിലെ ഇവിടെ പോയിരിക്കുകയായിരുന്നു. നമ്മുടെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രഷറി പോയിരിക്കുകയായിരുന്നു. നമ്മൾ ട്രഷറി പോയിരിക്കുകയായിരുന്നു. കായംകുളം ട്രഷറിയിൽ എൻ്റെ അമ്മയുടെ പെൻഷൻ വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു. അതിനൊക്കെ തെളിവുണ്ട്. നമുക്ക് ട്രഷറിയിലെ എല്ലാ ഡോക്യുമെൻസും അതും ഇതുമൊക്കെ എൻ്റെ പേരിലാണ്. ഞാൻ അമ്മയുടെ പൈസ എടുത്ത് ഇതെല്ലാം നമ്മളിവിടെ പോയിരിക്കുന്നതിന് എല്ലാം തെളിവുണ്ട്. തെളിവില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞാനും എൻ്റെ അമ്മയും കൂടെ ട്രഷറി പോയതിനുമെല്ലാം തെളിവുണ്ട്. എൻ്റെ പേരിലാണ് ഇതാക്കിയതൊക്കെ ഗവൺമെൻറ്റിലെ ഇതിൽ ഇരിക്കുന്ന തെളിവുകളാണ്. മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ അമ്മയുടെ പെൻഷനാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ പോയത്. ഇതൊക്കെ വളരെ വളരെ തെളിവുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ചുമ്മാ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ എല്ലാം തെളിവുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് ബാങ്കിൽ പോയി, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ പോയി, പിന്നെ അങ്ങനെ പല പല തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെവിടെയൊക്കെയായിരുന്നു, കണ്ടടമൊന്നും ഇറങ്ങുമല്ലായിരുന്നു, പിന്നെ എംപയർ മാളിലായിരുന്നു, പിന്നെ അതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ പല പല കാര്യങ്ങളുമുണ്ട്. മനസ്സിലായില്ലേ? എല്ലാത്തിനും തെളിവുണ്ട്. നമ്മൾ കണ്ടടമൊന്നും ഇറങ്ങാൻ പോയതല്ല. ഇവന്മാരിങ്ങനെ ക്യാമറ കട്ട് ചെയ്ത് കുറേ എഡിറ്റിങ്ങിനൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും ശരിയേ അല്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാണ് ജീവിക്കുന്നത്. നമ്മുടെ കാര്യമാണ് ഇതെല്ലാം. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വല്ലയിടവും? ഇവിടെ അല്ലാതെ വേറെ വല്ലയിടവും നമ്മൾ പോയി? ഇത് നമ്മുടെ വീടാണ്. ഇതാണ് എൻ്റെ വീട്. അവന്മാർ ഇങ്ങനെ അപ്പുറം ഇപ്പുറം കുറേ എല്ലാം മറച്ച് കെട്ടി ഭയങ്കര കള്ളത്തരത്തിൻ്റെ കൂടുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായില്ല? ഇങ്ങനെ അവിടെ കുറേ ആണുങ്ങളും എല്ലാം വന്നിച്ച് ഇങ്ങനെ ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പല ഡ്രാമകളുമായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും നമ്മുടെ ഇതൊന്നുമല്ല. നമ്മളിവിടെയാണ്. ഇതെൻ്റെ വീടാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്, അല്ലാതെ വേറെ അവൻ്റെയും കൂടെയല്ല. ഇങ്ങനെ പല പല നമ്മുടെ എന്ന് കാണിക്കുക, അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് കളയുന്നതിൻ്റെ എല്ലാം തെളിവായിട്ട് നമ്മളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അല്ല. പിന്നെ എൻ്റെ വൈഫൈ മാത്രം കാണിക്കുക, സഹദേവ മന്ദിരം എന്നുള്ളത് കാണിക്കാതിരിക്കുക, അങ്ങനെ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവന്മാരുടെ സകല കള്ളത്തരങ്ങളും, മനസ്സിലായില്ലേ? ഇവന്മാരുടെ സകല കള്ളത്തരങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവന്മാരങ്ങ് ഭയങ്കര കള്ളത്തരത്തിൻ്റെ കൂടായിട്ട് നടക്കുകയാണ്. അങ്ങനത്തെ ഇതൊന്നും വേണ്ട. സംബന്ധക്കഥ ഉണ്ടാക്കാൻ, എൻ്റെ വസ്തുവും വകയൊക്കെ തട്ടിയെടുക്കാൻ, എൻ്റെ വസ്തുവും വകയുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡൽഹി വെച്ചിരിപ്പുണ്ട്. അതിനും പ്രൂഫുണ്ട്. നമ്മൾ എൻ്റെ മുക്കും എല്ലാം പറയുന്നതും എല്ലാത്തിനും പ്രൂഫുള്ളതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മുടെ ഒരു ഡോക്യുമെൻറ്റ്സും ഞങ്ങൾ വെക്കാറില്ല. മനസ്സിലായില്ലേ? ഒരു ഡോക്യുമെൻറ്റ്സും ഞങ്ങൾ വെക്കാറില്ല ഇവിടെ ഒന്നും. കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ. പിന്നെ നമ്മളെ കാണുന്നവരൊക്കെ അറിയാം. നമ്മൾ പല കടകളിലും പോകുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്. പിന്നെ നമ്മുടെ പബ്ലിക് റോഡാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നെന്ന് പബ്ലിക് റോഡാണ്. ഇവർക്ക് വലിയ രോഗം. ഈ ശ്രീലത സദാനന്ദ മന്ദിരത്തിലെ അവക്കാണ് ഭയങ്കര രോഗം. ഇവിടെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വണ്ടി തിരിക്കുന്നത് ഞാൻ എതിർത്താൽ ഇവൾക്ക് ചൊരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ഒരവനും വണ്ടി തിരിക്കേണ്ട. അതിന് പബ്ലിക് റോഡ് പോയെങ്കിൽ വേറെ വല്ലയിടം നിന്നാൽ മതി. മനസ്സിലായില്ലയോ?